കെ.പി. റോഡിൽ സംയുക്ത വാഹന പരിശോധന നടത്തി. ആലപ്പുഴ ആർ.ടി.ഒ. ഓഫീസിൻ്റെ നേതൃത്വത്തിലാണ് ഡ്രൈവ് എവേ ഫ്രം ഡ്രഗ്സ് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി കെ.പി. റോഡിൽ മോട്ടോർ വാഹന, എക്സൈസ്, പോലീസ് എന്നീ വകുപ്പുകളുടെ സംയുക്ത വാഹന പരിശോധന വ്യാഴാഴ്ച വൈകിട്ട് നടത്തിയത്. ആലപ്പുഴ ആർ.ടി.ഒ. എ.കെ. ദിലുവിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സ്പെഷ്യൽ സ്ക്വാഡിനൊപ്പമാണ് മറ്റു വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വകാര്യ വാഹനങ്ങൾ പരിശോധന നടത്തിയത്. സ്വകാര്യ ആഡംബര വാഹനങ്ങൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, മയക്കുമരുന്നുകൾ എന്നിവ കടത്താനായി ഉപയോഗിക്കുന്നു എന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധനയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതുകൂടാതെ ഡോക്ടർ, അഡ്വക്കേറ്റ്, പ്രസ് തുടങ്ങിയ സ്റ്റിക്കറുകൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന വ്യാപക പരാതിയെ തുടർന്നും അത്തരത്തിലുള്ള സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾ പരിശോധിച്ച് അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്താൻ കൂടിയായിരുന്നു പരിശോധനയെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പോലീസുണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. കൂടാതെ ഞങ്ങൾക്കൊരു ആവശ്യം വന്നാൽ നിങ്ങൾ GST ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചു വരുന്നത് അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒറ്റ മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ 140 വണ്ടി, ഇനിയും കുറേയധികം വാഹനങ്ങൾ ഞങ്ങൾ നോക്കും. സന്ദേശം ഇത്രയേ ഉള്ളൂ. ഏത് സമയത്തും പരിശോധിക്കും, ഏത് വണ്ടിയും പരിശോധിക്കും. രണ്ടാമതായിട്ട് ഞങ്ങൾ നോക്കിയത് വ്യാജമായി സ്റ്റിക്കർ പതിച്ച വാഹനങ്ങൾ, ഡോക്ടറെയാണെന്നോ ലോയറെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റിക്കറുകൾ പതിക്കുക. അപ്പോൾ അതിൻ്റെ മറവിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ചെറിയ പ്രിവിലേജ് ഞങ്ങൾ റോഡിൽ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥ ഡോക്ടേഴ്സോ യഥാർത്ഥ വക്കീലന്മാരോ അല്ലാത്തവർ ഈ സ്റ്റിക്കറിൻ്റെ ഒരു പ്രിവിലേജ് ഉപയോഗിക്കും. ഇന്നത് നോക്കിയില്ല, എല്ലാം ഡോക്ടേഴ്സ് ആയാലും ലോയേഴ്സ് ആയാലും എല്ലാം നോക്കി അവർക്ക് ഒരു എമർജൻസി സർവീസിൽ പോകുന്നുള്ള പരിഗണനയാണ്. പക്ഷേ വ്യാജമായ സ്റ്റിക്കറുകൾ ആൾക്കാർ പതിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഇന്ന് പരിശോധിക്കുകയുണ്ടായി. കേസുകളൊന്നും ഇതുവരെ എടുക്കേണ്ടി വന്നിട്ടില്ല. ആംബുലൻസും പരിശോധിക്കും. ആംബുലൻസിന് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു രോഗിയുമായിട്ട് ഒരു എമർജൻസി ഘട്ടത്തിൽ പോകുമ്പോൾ ഞങ്ങൾ ഒഴിവാക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ മറവിൽ ഒരു ആംബുലൻസ് കിട്ടുന്ന പ്രിവിലേജിൻ്റെ മറവിൽ ഒന്നും കിടത്താൻ അനുവദിക്കില്ല. അതും പരിശോധിക്കും. ആവശ്യത്തിൽ അതിനകത്ത് കയറി അതിനകത്ത് യാത്ര ചെയ്ത് പരിശോധിക്കും. ഇന്ന് പരിശോധിച്ച് പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല. ഏത് സമയത്തും ഏത് വാഹനവും, ഏത് സ്വകാര്യ വാഹനവും, ഏത് ലക്ഷറി വാഹനവും ഫാമിലിയായിട്ട് പോകുന്നത്, പക്ഷേ അവരുടെ സ്വകാര്യതയ്ക്ക് ഞങ്ങൾ തടസ്സമല്ല. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, അവർ ചെക്കിൻ ചെയ്യത്തില്ല, ഞങ്ങൾ മോശമായ പദപ്രയോഗം നടത്തത്തില്ല. വളരെ ജെന്റിലായിട്ട് തന്നെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. ഈ വാഹനത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ നിർത്തിക്കൊള്ളുക. കേരളം മുഴുവൻ ഉണ്ടോ? ഇന്ന് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ 2 സ്ഥലത്ത് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഞങ്ങൾ പെട്ടെന്ന് ഒരു സമയത്ത് പെട്ടെന്ന് തീരുമാനിക്കുക, പെട്ടെന്ന് തന്നെ ക്രാഷ് ലാൻഡ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ചെയ്യുക. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തുടങ്ങുകയും ചെയ്യും. ഒരു ഇൻറ്റിമേഷൻ ഇല്ലാത്ത വളരെ വളരെ നല്ല അപ്രീസിയേഷനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് വേണമെന്നുള്ളതാണ്. ആരാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾക്ക് ഇത്തരത്തിൽ അവരെ കവർന്നെടുക്കണമെന്ന് ഈ മാരകമായിട്ടുള്ള കഞ്ചാവ് പോലുള്ള ഹെറോയിൻ പോലുള്ള പദാർത്ഥങ്ങൾ? അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്ത് നമ്മുടെ സപ്പോർട്ടാണ്. ഇത് വേണമെന്ന് തന്നെ എല്ലാവരും പറയുന്നത്. പക്ഷേ അവർക്കതൊരു ശല്യമല്ല, ശല്യമാകത്തില്ല.